നടനും DMDK അധ്യക്ഷനുമായ വിജയകാന്ത് അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ന്യൂമോണിയ ബാധിതനായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിജയകാന്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ബിജു മുതത്തി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ബിജു, അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, രോഗബാധിതനായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായ ഈ ഒരു വാർത്ത, മരണം, അത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉൾപ്പെടെ ആ ഒരു ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മാറിയിട്ടില്ല. എന്തു തന്നെയായാലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ഏറെ സ്വാധീനം ചെലുത്തിയ ഒന്ന് തന്നെയായിരുന്നു. ഒരുപക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമയ്ക്കും തമിഴ് രാഷ്ട്രീയ രംഗത്തിനും വലിയൊരു നഷ്ടമാകും വിജയകാന്തിൻ്റേത്. ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കമൽഹാസനും രജനീകാന്തിനും ശേഷം ആര് എന്നുള്ളൊരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച പോലെ തമിഴ് സിനിമയിൽ ചുവടുറപ്പിച്ച നടനാണ് അദ്ദേഹം. 70കളുടെ ഒടുവിൽ വന്ന് 80കളിലും 90കളിലുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വസന്തകാലം. വിജയകാന്തിൻ്റെ ഒരു നായക വസന്തകാലം എന്ന് പറയുന്നത് 80കളിലും 90കളിലുമാണ്. അക്കാലത്ത് അദ്ദേഹത്തിന് 90കളിലൊക്കെ അദ്ദേഹം രജനീകാന്തിനും കമൽഹാസനും തുല്യ നിലയിൽ തന്നെ അദ്ദേഹത്തിന് ആരാധകരുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. 2000 ആകുമ്പോഴേക്കും ആ ഒരു നായകത്വത്തെ, ആ ഒരു താരപ്രഭയെ അദ്ദേഹത്തിന് നിലനിർത്താനായില്ല. അങ്ങനെ അദ്ദേഹം തുടർന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു. രാഷ്ട്രീയത്തിലും വലിയ തിളക്കം പിന്നീട് നമുക്കറിയാം. MGRന് ശേഷം വന്ന സിനിമാ നടന്മാർക്കൊന്നും, അതിപ്പോൾ കമൽഹാസനായാലും രജനീകാന്തിനായാലും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ഇളക്കങ്ങളൊന്നും സൃഷ്ടിക്കാനായിട്ടില്ല, വലിയ ഇരമ്പങ്ങളൊന്നും സൃഷ്ടിക്കാനായിട്ടില്ല. ഏതാണ്ട് അതേ ഗതി തന്നെയായിരുന്നു വിജയകാന്തിനും ഉണ്ടായിരുന്നത്. അദ്ദേഹം മാത്രം ജയിക്കുകയും അദ്ദേഹം മാത്രം MLA ആവുകയും അദ്ദേഹം മാത്രം പ്രതിപക്ഷ നേതാവാവുകയും അങ്ങനെ ആ രീതിയിൽ ഉള്ള ഒരു തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. എന്തായാലും തമിഴ് ജനത വലിയൊരു ആരാധക വൃന്ദത്തെ, ലക്ഷക്കണക്കിനായ തമിഴ് ആരാധക വൃന്ദത്തെ നയിച്ച ഒരു നായക കഥാപാത്രമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം തമിഴ് ജനതയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പോലീസ് വേഷങ്ങളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ തിളങ്ങിക്കൊണ്ടിരുന്നത്. അക്കാലത്തെ ഒരു ആക്ഷൻ നായക സങ്കല്പം അന്നത്തെ ഒരു തമിഴ് ആസ്വാദക വൃന്ദത്തെ ഹരം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ രംഗങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരു 10-30 ആളുകളൊക്കെ ഒന്നിച്ചു വരികയും ഒരൊറ്റ പോലീസുകാരൻ എല്ലാവരെയും ഇടിച്ച് നിരത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ രംഗങ്ങൾ പിന്നീട് തമിഴ് സിനിമ തന്നെ കൈയൊഴിയുകയുണ്ടായി. ആ തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ പ്രഭയ്ക്കും താരപ്രഭയ്ക്കും പിൽക്കാലത്ത് വലിയ ഒരു ക്ഷതമേൽക്കുകയും അദ്ദേഹത്തിന് സിനിമയിലും വലിയ പിന്നീട് ഒരുപക്ഷെ കമൽഹാസനും രജനീകാന്തിനും തുല്യമായ നിലയിൽ വരികയും, എന്നാൽ വളരെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു നായകത്വത്തിൽ നിന്നും മെല്ലെ ആ ഒരു താരപ്രഭ മങ്ങുകയും ചെയ്ത ഒരു നടനാണ് വിജയകാന്ത്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനും വലുതായി ശോഭിക്കാനൊന്നും ആയില്ല. എന്തു തന്നെയായാലും ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം തമിഴ് സിനിമയിൽ ഒരു വലിയ താരവിഗ്രഹമായിട്ട് തന്നെ വിജയകാന്ത് ഉണ്ടായിരുന്നു. ആ ആരാധകരുടെ അലയൊലികൾ, ആ ഒരു ആരാധകരുടെ തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ബാക്കിയായ ആരാധകർക്ക് ഇപ്പോഴും അദ്ദേഹം വലിയൊരു നഷ്ടമായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകണം.